കഴിഞ്ഞ 6 ദിവസമായി ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തുന്നു. ഇന്നലെ രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് കൂടി അമേരിക്കയുടെ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്ന നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു ചരക്ക് കപ്പലും അമേരിക്ക ആക്രമിച്ചു. കുറോസോയുടെ പതാകയുള്ള ബെൽമ എന്ന എണ്ണക്കപ്പലാണ് അമേരിക്കയുടെ ആക്രമണത്തിനിരയായത്. ഇറാന്റെ തന്ത്രപ്രധാന എണ്ണക്കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകളുടെ പോക്കുവരവ് തടയാൻ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഇതിനൊക്കെ മറുപടിയായി ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഇറാഖിലെ അർദ്ധ സ്വയംഭരണ മേഖലയായ കുർദിഷ് ഇർബിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളും ആക്രമണം നടത്തി. എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപാദന കേന്ദ്രവും ബഹിരാകാശ പദ്ധതികളുടെ ആസ്ഥാനവുമായ സെംനാൻ പ്രവിശ്യയിലും ആക്രമണങ്ങളുണ്ടായി. തന്ത്രപ്രധാന ഇറാനിയൻ ദ്വീപായ ഗ്രേറ്റർ ടുൻബും ആക്രമിക്കപ്പെട്ടു. സംഘർഷം വീണ്ടും തുടങ്ങിയ ശേഷം ഇന്നലെ ആദ്യമായി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനും ആക്രമിക്കപ്പെട്ടു. ജൂൺ 17 പ്രാബല്യത്തിലായ ഇടക്കാല വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ അമേരിക്ക ഇനിയും കൂട്ടാക്കുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സൈനിക ഏറ്റുമുട്ടലിന് ഇറാൻ സജ്ജമാണെന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബഫ് പറഞ്ഞു. ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ അടിസ്ഥാന സൗകര്യങ്ങളും താവളങ്ങളും നശിപ്പിക്കുമെന്ന് ഇറാന്റെ ജോയിന്റ് മിലിറ്ററി കമാൻഡും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതിനിടെ ഒത്തുതീർപ്പിലെത്തണോ അവരെ തീർക്കണോ എന്ന കാര്യം അമേരിക്ക ആലോചിക്കുകയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. 2024 മുതൽ തടവിലാക്കിയ അമേരിക്കൻ പൗരനെ വിട്ടയച്ചത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശുഭകരമായ നടപടിയാണെന്ന് പിന്നീട് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് എഴുതുകയും ചെയ്തു. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുന്നവർക്ക് $10 ദശലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ച് ഇറാഖിലെ സായുധ സംഘം രംഗത്ത് വന്നിരുന്നു. ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് എന്ന സംഘടനയാണ് ജൂലൈ 16 ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയത്. ഈ വാർത്ത ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA-യും റഷ്യൻ മാധ്യമമായ RT-യും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഐസിസിനെതിരായ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർമാരെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അപകീർത്തികരവും കുറ്റകരവുമായ പ്രസ്താവനകളാണ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് സംഘടനയെ നയിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. തങ്ങളുടെ നേതാക്കളെ അവമാനിച്ചതിനെതിരെയാണ് ഇത്തരമൊരു പ്രതികാര നടപടിയെന്ന് അവരും അവകാശപ്പെടുന്നു. അമേരിക്കയും ഇറാനും സഖ്യകക്ഷികളും തമ്മിലുള്ള ശത്രുത മൂർച്ഛിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെതിരായ ഭീഷണിയെ ചൊല്ലി അമേരിക്കൻ രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. റഷ്യൻ മാധ്യമങ്ങൾ ഇത്തരം ഭീഷണികൾക്ക് പ്രചാരം നൽകുന്നതിനെതിരെ ചില അമേരിക്കൻ ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം വൈറ്റ് ഹൗസോ അമേരിക്കൻ അധികൃതരോ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം അറിയിച്ചിട്ടില്ല.